എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഒരു ചെറിയ പെൺകുട്ടി അവളാണെങ്കിൽ അങ്ങനെ ഓടി വരികയാണ്. അവളുടെ തൊട്ടു പിന്നാലെ ഒരുപാട് ഹോലോസും. ആ കാഴ്ച കണ്ട് ഇച്ചിഗോയും മുടിയനും കണ്ണാടി പയ്യനും അവര് 3 പേര് ഷോക്കാവും. ഇച്ചിഗോ ആണെങ്കിൽ മുടിയനോട് കണ്ണാടി പയ്യനോട് പറയും, എത്രയും വേഗം ആദ്യം ആ കുഞ്ഞിനെ രക്ഷിക്കണം, അല്ലെങ്കിൽ ആ ഹോലോസ് എല്ലാം ചേർന്ന് ആ കുഞ്ഞിനെ നശിപ്പിച്ചു കളയും. അത് കേട്ട് ബാക്കി 2 ആശാമാരും ഇപ്പൊ വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് അവറ്റകളെ നശിപ്പിക്കാൻ ഓടി അടുക്കുകയാണ്. അത് കാണേണ്ട താമസം ആ കുഞ്ഞ് അതോടി വന്ന് നമ്മുടെ ആൾക്കാരെ തടയും. പ്ലീസ് ദയവ് ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്യരുത്, അവരെല്ലാവരും എൻ്റെ സിബ്ലിങ്സ് ആണ്, അവർ ഹോലോസ് ആണ്, ഞാനും അവരെ പോലെ ഹോലോ തന്നെയാണ്. ഞങ്ങളിങ്ങനെ ഫ്രീ ടൈമിൽ പോലീസും കളിക്കും. സോ ഇത്തവണ കള്ളൻ ഞാനായിരുന്നു, എന്നെ പിടിക്കാനാണ് പോലീസ് ചേട്ടന്മാർ എൻ്റെ പിന്നാലെ വന്നതെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല. അവരങ്ങനെ കൺഫ്യൂസ്ഡ് ആയി ഫേസ് ടു ഫേസ് നോക്കി നിൽക്കും. ഹീറോ ആണെങ്കിൽ ഇതുവരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഹോലോസിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ഹോലോസ് ഒറ്റകളും ഈ ഹോലോ വേൾഡിൽ ഉണ്ടെന്ന് അവൻ ഇപ്പോഴായിരിക്കും തിരിച്ചറിയുക. ആ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഹീറോയോട് പറയും, ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ബോറിംഗ് ആണ്, ഹ്യൂമൻ വേൾഡിലേക്ക് പോയി അവിടെ ഹണ്ടിങ് നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുന്നത് വലിയ അപകടമാണ്. സോ അതുകൊണ്ടാണ് ഞങ്ങൾ ടൈം പാസിന് ഇതുപോലുള്ള ഗെയിമൊക്കെ കളിച്ച് സമയം തള്ളി നീക്കുന്നത്. ആ കുഞ്ഞാണെങ്കിൽ ഇച്ചിഗോട് പറയും, ആക്ച്വലി ഞങ്ങൾ വെറും ഹോലോസ് അല്ല, അരങ്കാസാണ്. അത് കേട്ട് ഹീറോയ്ക്ക് ആണെങ്കിൽ ഡബിൾ ഷോക്ക്. ഉടനെ ആ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഇപ്പോ വളർച്ചയും അവരെങ്ങനെയാണ് ഓരോ ലെവലിലും കടന്നുപോയി കൂടുതൽ പവർഫുൾ ആകുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ആക്ച്വലി 2 ഡിജിറ്റ് ഫോം അതങ്ങനെ അസൈൻ ചെയ്താണ് ഇത്തരത്തില് പവർഫുൾ ആയ അർഗാസ് അവർ ക്രിയേറ്റ് ആവുക. ആ കുഞ്ഞിപ്പെണ്ണ് പറയുന്നത് കേൾക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടും. ആ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇച്ചിഗോയെ ഒന്ന് സൂക്ഷിച്ചു നോക്കും. അവന്റെ ഡ്രസ്സിങ്ങും സമ്പത്തും അത് കാണുമ്പോഴായിരിക്കും അവൾക്ക് മനസ്സിലാവുക നമ്മുടെ ഇച്ചിഗോ ഒരു സോൾ റീപ്പർ ആണെന്ന്. അവളാണെങ്കിൽ ആ കാഴ്ച കണ്ട് അങ്ങനെ ഷോക്കായി ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. ആ കുഞ്ഞ് ഹോലോ ആണെങ്കിൽ നിലവിളിക്കും, ഓ നോ, ഒരു കാരണവശാലും നിങ്ങൾ സോൾ റിപ്പേഴ്സ് ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു. ഞങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് പേടിയാണ്. വളരെ ഇന്നസെന്റ് ആയ നിരപരാധികളായ ഒരുപാട് ഹോലോസിനെ കൊല്ലുന്നവരാണ് നിങ്ങൾ സോൾ റിപ്പേഴ്സ്. ഞങ്ങൾക്ക് നിങ്ങളെ പേടിയാണ്. അതുകൂടെ ആവുമ്പോൾ ഹീറോയ്ക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. കാരണം ഇങ്ങനെയൊരു ഹോലോസിന്റെ മുഖം അതവന് തീർത്തും പുതിയതാണ്. ഹോലോ പെണ്ണാണെങ്കിൽ ഇപ്പൊ അവളുടെ ബ്രദേഴ്സിനോട് സംസാരിക്കും. അതിനുശേഷം എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് അവൾ അങ്ങനെ മുകളിലേക്ക് ഫ്ലൈ ചെയ്യും. വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അവളിപ്പോ ഹീറോയ്ക്ക് നേരെ ഫ്ലൈ ചെയ്ത് വന്ന് ആ സ്ക്വാഡുമായിട്ട് കടന്നു കളയാണ്. ഹീറോയ്ക്ക് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നോ എന്ന് നിലവിളിച്ച് അവളുടെ പിന്നാലെ ഓടും. ഹീറോ അവളുടെ പിന്നാലെ ഓടുന്നത് കണ്ട് അവളുടെ ബ്രദേഴ്സ് അവരും ടെൻഷനായി ഇപ്പൊ ഹീറോയുടെ പിന്നാലെ പോവാണ്. ഹീറോയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും അവന്റെ സമ്പത്തു അത് വീണ്ടെടുക്കണം, അല്ലെങ്കിൽ റുക്കിയെ രക്ഷിക്കാൻ അവനെ കൊണ്ടാവില്ല. മാത്രമല്ല അത് ആ ഹോലോ കുഞ്ഞിന്റെ കയ്യിൽ കിട്ടിയ വലിയ അപകടമാണ്. കണ്ണാടി പയ്യനും മുടിയനും അവർ രണ്ടുപേരും ഈ കാഴ്ച കണ്ട് അങ്ങനെ വണ്ടടിച്ച് നിൽക്കുകയാണ്. അടുത്ത നിമിഷം അവരുടെ തൊട്ടു പുറകിലേക്ക് ഒരു ജയന്റ് ഹോലോ വരികയാണ്. അവർ രണ്ടുപേരും ചേർന്ന് അതിന് തകർക്കും. ഇവിടെ ഹീറോ അവൻ ആ കുഞ്ഞിപ്പെണ്ണിന്റെ തൊട്ടടുത്ത് തന്നെ താമസം. അവളൊരു കമ്പിൽ തട്ടി തെറിച്ച് വീഴും. ഹീറോ ആണെങ്കിൽ അവളെ സേഫായി വാരിയെടുക്കും. ഇത് കണ്ട് മുടിയനും കണ്ണാടിപ്പയ്യനും ഹീറോയുടെ അടുത്തേക്ക് വരികയാണ്. കുഞ്ഞിപ്പെണ്ണിനാണെങ്കിൽ ഇപ്പൊ ഹീറോയോട് ഒരു വല്ലാത്ത ഇഷ്ടം തോന്നും. കാരണം ആരും അവളോട് ഇത്രയും സ്നേഹം കാണിച്ചിട്ടില്ല. ഇച്ചിഗോ ആ കുഞ്ഞിപ്പെണ്ണ് ഹോലോയെ സമാധാനിപ്പിച്ച് അവന്റെ സ്ക്വാഡുമായി അവിടുന്ന് കടന്നു പോകാനായിട്ട് തുടങ്ങും. അതുകണ്ട് ആ കുഞ്ഞു ഹോലോ പെണ്ണാണെങ്കിൽ ഇപ്പൊ ഉച്ചത്തിൽ കരയാണ്. ഹീറോയ്ക്കാണെങ്കിൽ എന്തിനാണ് കരയുന്നതെന്നോ എങ്ങനെ അവളെ ആശ്വസിപ്പിക്കണമെന്നോ ഒന്നും അറിയില്ല. അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ഇച്ചിഗോ ആണെങ്കിൽ ആ കുഞ്ഞിന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന അതേ സമയം ഒരു ജയന്റ് ഹോലോ അവർക്ക് നേരെ വരും. ഇച്ചിഗോ മറ്റൊന്നും നോക്കാതെ അവന്റെ സമ്പത്തും അങ്ങനെ ഉയർത്തിയെടുത്ത് അതിനെ ആഞ്ഞു വെട്ടുകയാണ്. ഇച്ചിഗോയുടെ ആ ഒരു അറ്റാക്കില് അതങ്ങനെ രണ്ടായിട്ട് തകർന്നു വീഴുകയാണ്. അതുകൊണ്ട് ആ കുഞ്ഞു ഹോലോസ് അവറ്റകളാണെങ്കിൽ പേടിച്ച് ദൂരേക്ക് നീങ്ങി നിൽക്കും. പക്ഷെ അവർ ഞെട്ടിച്ചുകൊണ്ട് ആ മോൺസ്റ്റർ അത് വീണ്ടും ബാക്ക് ടു നോർമൽ ആയിട്ട് വരികയാണ്. ഇച്ചിഗോ ആണെങ്കിൽ ആ കാര്യം എല്ലാവരെയും ചൂണ്ടി കാണിച്ചു കൊടുക്കും. അതിനുശേഷം വീണ്ടും അതുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ഇവിടെ കുഞ്ഞിപ്പെണ്ണും അവളുടെ ബ്രദേഴ്സും അവർക്കാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല. അവര് പേടിച്ച് ഒരു ഭാഗത്തേക്ക് അങ്ങനെ മാറി ഒളിച്ചു നിൽക്കുകയാണ്. അത് മാത്രമല്ല ഇച്ചിഗോ ആ ടീം നിൽക്കുന്ന ആ സ്ഥലം അതാണെങ്കിൽ ഇപ്പോ ഒരു ചതുപ്പ് പോലെ അങ്ങനെ കുഴിയാനായിട്ട് തുടങ്ങും. ഇച്ചിഗോയും മുടിയനും കണ്ണാടി പയ്യനും അവരെല്ലാവരും ആ ചതുപ്പിലേക്ക് വീണ് അങ്ങനെ മണ്ണിൽ പുതയാണ്. ആൾക്കാർ മാത്രമല്ല മറിച്ച് ആ ഹോലോ കുട്ടികളും അവറ്റകളും അതിൽ പെട്ട് ഇത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ പരിഭ്രാന്തരായിട്ട് നിൽക്കും. അത് കണ്ട് ഇച്ചിഗോ ആണെങ്കിൽ അവരെ അങ്ങനെ പിടിച്ച് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തും. അടുത്ത നിമിഷം അവരുടെ ദേഹത്തേക്ക് നല്ല ഫോഴ്സിൽ വെള്ളം അങ്ങനെ വന്ന് അടിക്കുകയാണ്. ആ ഹോലോ കുഞ്ഞിപ്പെണ്ണിന് ഇവിടെ എന്താ സംഭവിക്കണമെന്ന് കറക്റ്റ് ആയിട്ട് അറിയാം.
അത് മനസ്സിലാക്കിയ നമ്മുടെ ഇച്ചിഗോ അവളോട് അത് ചോദിക്കും. പക്ഷേ അവളാണെങ്കിൽ ബാക്കിയുള്ള ഹോലോസിനെ പേടിച്ച് ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. അതിന് ഹീറോ അവളുടെ മുഖത്ത് പിടിച്ച് തീയിലെത്തിരിക്കും. അവളാണെങ്കിൽ വേദന സഹിക്കാതാവുമ്പോൾ ആ ഹോളോയെ കുറിച്ചുള്ള സീക്രട്ട് എല്ലാം ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കും. ആക്ച്വലി അല്പം മുൻപ് വന്ന ആ ജയന്റ് ഹോളോ അതാണ് ഇത്രയും വലിയൊരു പവർ അത് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ആൾക്കാരെ ട്രാപ്പ് ചെയ്തത്. ഇച്ചിഗോ ആണെങ്കിൽ അതിന്റെ സീക്രട്ടൊക്കെ മനസ്സിലാക്കി എങ്ങനെയെങ്കിലും അതിനെ തോൽപ്പിച്ച് പുറത്തു കിടക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ആ ഒരു ജയന്റ് ഹോലോ അത് ഞൊടിയടയിൽ അതിനെ തന്നെ ഹീൽ ചെയ്ത് ഇപ്പൊ പുറത്തേക്ക് വരികയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അതിന്റെ സൈസും പവറൊക്കെ കാണുമ്പോൾ ഒരുപാട് പേടി തോന്നും. അവര് കണ്ണുമ ചിമ്മാതെ അതിനെ തന്നെ നോക്കും. ഒരു ഹോലോ ആണെങ്കിൽ അതിന്റെ വായൊക്കെ തുറന്ന് നമ്മുടെ ആൾക്കാരെ അങ്ങനെ കടിച്ചു മുറിച്ച് തിന്നാൻ മുൻപോട്ടേക്ക് പാഞ്ഞടുക്കും. ആൾക്കാർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവരങ്ങനെ പകച്ചു നിൽക്കുകയാണ്. പക്ഷെ അടുത്ത നിമിഷം അവർക്കൊരു വമ്പ ട്വിസ്റ്റ് കൊടുത്തോണ്ട് ഒരു ജയന്റ് ഹോലോയെ ആരൊക്കെയോ തല്ലി കൊല്ലുകയാണ്. അവിടേക്ക് വന്ന് അതിനെ തല്ലിക്കൊന്നത് മറ്റാരുമല്ല, സാക്ഷാൽ റിപ്പോസ് ആയിട്ടുള്ള റുക്കയും റാഞ്ചിയും. അവർ രണ്ടുപേരെയും കണ്ട് ഹീറോയും നാടിപ്പയ്യനും മുടിയനും അവരങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. ഇച്ചിഗോ ആണെങ്കിൽ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് അങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കും. അവനാണെങ്കിൽ റുക്കിയുടെ അടുത്തേക്ക് ഓടിയെത്തും. അവൻ ക്ലോസ് എത്തേണ്ട താമസം റുക്കി അവളുടെ കൈ ചുരുട്ടി ഇച്ചിഗോയെ ഇട്ടിച്ച് താഴെ ഇടുകയാണ്. ഇച്ചിഗോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇവളെന്തിനാ ആവശ്യമില്ലാതെ എന്നെ പഞ്ച് ചെയ്തെന്ന് ചിന്തിച്ച് അവളങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ഇച്ചിഗോ ആണെങ്കിൽ എഴുന്നേറ്റ് ഇപ്പൊ റാഞ്ചിയോട് കാര്യം ചോദിക്കും. അതിന് റാഞ്ചിയും ഇച്ചിഗോയെ ഇട്ടിച്ച് താഴെ ഇടുകയാണ്. ഇപ്പോ ഇച്ചിഗോ ആണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ അവിടെ തന്നെ കിടക്കും. അതിന് റുക്കി അവന്റെ അടുത്തേക്ക് വന്ന് അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കും. യു ആർ അൺബിലീവബിൾ. നമ്മളെല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. പല കാര്യങ്ങളിലും നമ്മൾ എന്നും ഒന്നിച്ചാണ് നിന്നത്. പക്ഷേ നീ മാത്രം ഇപ്പൊ സെൽഫിഷായി. നമുക്കിടയിലുള്ള പ്രോബ്ലംസ് പോലും നീ ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് തുടങ്ങി. ഞങ്ങളെല്ലാവരെയും നീ അവോയ്ഡ് ചെയ്തു. എന്തുകൊണ്ട് നീ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ല? ഞങ്ങൾ തീർച്ചയായിട്ടും നിന്റെ കൂടെ വരുമായിരുന്നു. പക്ഷേ എനിക്ക് മാത്രം അതിനുള്ള ക്ഷമ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെടും. ഇച്ചിഗോയ്ക്കാണെങ്കിൽ എന്തു പറയണമെന്ന് അറിയില്ല. ആണെങ്കിൽ ഒരുപാട് പേടിച്ച് അവളോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. നിങ്ങളെ ഓൾറെഡി നിങ്ങളുടെ ക്യാപ്റ്റന്റെ നിർദ്ദേശപ്രകാരം ഫോഴ്സ്ഫുള്ളി സോൾ സൊസൈറ്റിയിലേക്ക് കൊണ്ടുപോയതല്ലേ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതിരുന്നത്. അതിന് അവള് പറയും, ഞങ്ങൾക്ക് സോൾ സൊസൈറ്റിയെ കഴിഞ്ഞും വലുത് നിങ്ങളാണ്. സോ നിനക്ക് അറിയാമായിരുന്നല്ലേ നിനക്കും നമ്മുടെ ഫ്രണ്ട്സിനും വേണ്ടി ഞാൻ സോൾ സൊസൈറ്റി തന്നെ ഉപേക്ഷിച്ച് ഇതിനോടൊപ്പം വരുമെന്ന്. നിനക്ക് ആ വിശ്വാസം അതുണ്ടായില്ല അല്ലേ? ഇച്ചിഗോയ്ക്കാണെങ്കിൽ അവന്റെ തെറ്റ് മനസ്സിലായി. അവനിപ്പോ അവരോട് മാപ്പ് പറയും. അതിനുശേഷം ആ കുട്ടി ഹോലോസിനെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. ആദ്യം നമ്മുടെ റുക്കിക്ക് അവരെ ഇഷ്ടാവില്ല. പിന്നീട് അവര് മറ്റുള്ള ഹോലോസിനെ പോലെ ഡേഞ്ചറസ് അല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവളും അവരോട് ഫ്രണ്ട്സ് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.